വ്യക്തികളിൽ ശക്തമായ ഊർജം നിലകൊള്ളുന്നു. സ്ഥൂല ശരീരത്തിലെ സൂക്ഷ്മമായ ശക്തി തന്നെയാണ് ഇത്. ഒരു വ്യക്തിയുടെ ചുറ്റുപാടും അയാളുടെ ഐശ്വര്യവും സമ്പത്തും ഭാഗ്യവുമെല്ലാം ഈ ഊർജത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിരിക്കും. ഈശ്വരൻ്റെ അനുഗ്രഹം ധാരാളമുള്ളവർക്ക് ഈ ഊർജം ഉയർന്നിരിക്കും. ഇത്തരക്കാരുമായുള്ള സഹവാസം, സൗഹൃദം എന്നിവ നമ്മുടെ ജീവിതത്തെയും ഉയർന്ന തലത്തിലെത്തിക്കും. ഇവരുമായുള്ള സഹവാസം അഥവാ സാമീപ്യം നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള പല ദുരനുഭവങ്ങളും മാറ്റിക്കളയും. കൂടാതെ സമ്പത്തും ഐശ്വര്യവും ഭാഗ്യാനുഭവങ്ങളും വന്നു നിറയുവാനും കാരണമാകും. ഇനി ഇങ്ങനെ ഈശ്വര ചൈതന്യം നിറഞ്ഞ ആളുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഒന്നാമതായി, ഇവർ വളരെ ആകർഷണീയരായിരിക്കും. ആകർഷണീയർ എന്ന് വെച്ചാൽ അതീവ സൗന്ദര്യമുള്ളവരെന്നല്ല, മറിച്ച് മുഖത്തൊരു ചൈതന്യം നിറഞ്ഞിരിക്കും. അവർ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. അവരുടെ സാന്നിധ്യം നമ്മളിലൊരു പുതു ഉണർവ്, ഒരു സന്തോഷം എന്നിവ ഉണ്ടാക്കും. നമ്മൾ ആകെ വിഷമിച്ച് മൂഡ് ഓഫായി ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇവർ അടുത്തു വന്നാൽ പെട്ടെന്ന് തന്നെ ഒരു പ്രതീക്ഷ, ഒരു ഊർജം എന്നിവ ലഭിക്കും. ഇങ്ങനെയുള്ളവർ ശക്തമായ ഈശ്വര ചൈതന്യം നിറഞ്ഞവരാണെന്ന് അനുമാനിക്കാം. രണ്ടാമതായി, ശക്തമായ പ്രതിരോധശേഷിയുള്ളവർ. ശക്തമായ ഈശ്വര ചൈതന്യം നിറഞ്ഞവർക്ക് അത്ര പെട്ടെന്ന് അസുഖങ്ങളൊന്നും തന്നെ വരികയില്ല. വല്ലാതെ ക്ഷീണിതരായ, അസുഖബാധിതരായോ ഇവരെ കാണാൻ സാധിക്കുകയില്ല. തികഞ്ഞ ആരോഗ്യവും രോഗപ്രതിരോധശേഷിയും ഇവരുടെ പ്രത്യേകതയാണ്. മൂന്നാമതായി, കാന്തിക ആകർഷണം. ഈശ്വര ചൈതന്യം നിറഞ്ഞവരിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത കാന്തിക ആകർഷണ ശക്തിയാണ്. ഒരു കടയിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ആളൊഴിഞ്ഞിരിക്കുമ്പോൾ ഇവർ ചെന്ന് കയറുന്നു എന്നിരിക്കട്ടെ, ഉടൻ തന്നെ ആ കടയിൽ അഥവാ ഹോട്ടലിൽ നിറയെ ആളുകൾ ഉണ്ടാകും. തങ്ങളുടെ ചൈതന്യം കൊണ്ട് സാന്നിധ്യമുള്ളിടത്തേക്ക് ആളുകളെ ഇവർ അറിയാതെ തന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾ, മൃഗങ്ങൾ എന്നിവർ ഇവരോട് വളരെ വേഗം അടുക്കും. ചെറിയ കുഞ്ഞുങ്ങൾ ഇവരെ കാണുമ്പോൾ കാരണമില്ലാതെ ചിരിക്കുന്നതും കൈനീട്ടുമ്പോൾ മടികൂടാതെ അടുക്കുന്നതും കാണാം. ഒരു പരിപാടിക്ക് ഇവർ ഉണ്ടെങ്കിൽ അവിടെ വന്ന കുട്ടികൾ ഇവരുടെ ചുറ്റിനും കൂടുന്നത് കാണാം. നായ്ക്കൾ, പശുക്കൾ പോലെയുള്ള വളർത്തുമൃഗങ്ങൾ ഇവരോട് വളരെ വേഗം ഇണങ്ങുന്നതും കാണാം. നാല്, വൈകാരിക സന്തുലനാവസ്ഥ. ഈശ്വര ചൈതന്യം നിറഞ്ഞ ആളുകളുടെ മറ്റൊരു പ്രത്യേകത വൈകാരികമായ സന്തുലനാവസ്ഥ അഥവാ ഇമോഷണൽ ബാലൻസ് ആണ്. അതായത് ഒരു മാനുഷിക വികാരങ്ങളും ഒരു പരിധിക്കപ്പുറം ഇവരെ ബാധിക്കുന്നതല്ല. അമിതമായി ദേഷ്യം കൊള്ളുകയോ ചിരിക്കുകയോ വല്ലാതെ കരയുകയോ ഇല്ല. സന്തോഷവും സങ്കടവും ഇവരെ അമിതമായി ബാധിക്കില്ല. അതുപോലെ തന്നെ കോപം പ്രകടിപ്പിക്കുന്നതിലും മിതത്വം പാലിക്കും. അഞ്ചാമതായി, വിജയം നേടുവാനുള്ള കഴിവ്. ചെയ്യുന്ന എന്തിലും വിജയം നേടാനുള്ള അതീവമായ കഴിവ് ഈശ്വര ചൈതന്യമുള്ളവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. പഠനത്തിലായാലും ജോലിയിലായാലും വ്യവസായത്തിലായാലും വൻ വിജയം നേടുകയും എല്ലാവരുടെയും പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്യും. മേൽപ്പറഞ്ഞവയാണ്
ഇവയാണ് ഈശ്വര ചൈതന്യം നിറഞ്ഞവരുടെ ഏറ്റവും പ്രകടമായ ലക്ഷണങ്ങൾ. ഈ ഗുണങ്ങളോട് കൂടിയവരെ ജീവിതത്തിൽ കൂടെ നിർത്തൂ. ജീവിതത്തിൽ വിജയവും സമ്പത്തും ഐശ്വര്യവും നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം.